ഇന്നത്തെ ഒരു ടെക്നിക്കൽ വീഡിയോ ആണ്. നമ്മളെല്ലാവരും ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണ്. ഒ എസ് കറപ്റ്റ് ആവുകയോ അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഒ എസ് റീഇൻസ്റ്റാൾ ചെയ്യാമെന്നത് പലർക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഒ എസ് എങ്ങനെ റീഇൻസ്റ്റാൾ ചെയ്യാമെന്നതാണ് കാണാൻ പോകുന്നത്. വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ് കണക്ഷനും USB പെൻഡ്രൈവും ആവശ്യമാണ്. പെൻഡ്രൈവ് മിനിമം 8 GB കപ്പാസിറ്റിയുള്ള പെൻഡ്രൈവാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ മൈക്രോസോഫ്റ്റ് ലൈസൻസ് കീ ആവശ്യമാണ്. ലൈസൻസ് കീ നമുക്ക് ഓൾറെഡി ഇല്ല എങ്കിൽ മൈക്രോസോഫ്റ്റ് സൈറ്റിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതുമാണ്. വിൻഡോസ് ഒ എസ് ഇൻസ്റ്റാളേഷൻ സ്റ്റേജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ മീഡിയ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. ഈ താഴെ കാണുന്ന ലിങ്കിൽ പോയിട്ട് നമുക്ക് വിൻഡോസ് 10 ഇൻസ്റ്റാളേഷൻ മീഡിയ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ സെയിം ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് USB ഡ്രൈവിനെ നമ്മൾ ബൂട്ടബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നതാണ്. നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ ഓപ്പൺ ആകും. ഗെറ്റിംഗ് എ ഫ്യൂ തിങ്സ് റെഡി. ഇത് റണ്ണാകാൻ കുറച്ച് സമയമാവും. ഇതിന് ശേഷം നമ്മൾ ലൈസൻസ് പോപ്പപ്പ് വരും. നമ്മൾ ആ ലൈസൻസ് പോപ്പപ്പിൽ ആക്സെപ്റ്റ് ചെയ്യുക. സ്റ്റിൽ ലോഡിങ്. ഓക്കെ, വാട്ട് ഡു യു വാണ്ട് ടു ഡു? ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് വിൻഡോസ് 7 അല്ലെ ഓൾഡർ വേർഷൻ ഒ എസിനെ അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മളിപ്പം കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ, ലൈക്ക് USB ഓട്ടോ CD ഡ്രൈവിലോട്ടോ ആണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ മീഡിയ, നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ലാംഗ്വേജ് ഓപ്ഷൻ വരും. ലാംഗ്വേജ് നമ്മൾ ഡീഫോൾട്ട് തന്നെ സെലക്ട് ചെയ്യുക. യൂസ് ദ റെക്കമെൻഡഡ് ഓപ്ഷൻ ഫോർ ദ PC യൂസ് ചെയ്യുക. ഇല്ല നിങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ്, ചൂസ് വിച്ച് മീഡിയ ടു യൂസ്. നമ്മൾ CD ഡ്രൈവ് ആണോ ഇല്ല പെൻ ഡ്രൈവ് ആണോ, നമുക്ക് രണ്ടും യൂസ് ചെയ്യാവുന്നതാണ് ബൂട്ടബിൾ മീഡിയ ആയിട്ട്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് USB ആണ് വിത്ത് 8 GB റാമിൻ്റെ മിനിമം 8 GB കപ്പാസിറ്റി ഉള്ള ഒരു പെൻ ഡ്രൈവ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ISO ആണ്, CD ഡ്രൈവ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുമെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മളത് ഇമേജ് ആയിട്ട് ബേൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ USB നമ്മൾ സെലക്ട് ചെയ്യുന്നു, ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെലക്ട് എ USB ഫ്ലാഷ് ഡ്രൈവ് ആണ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി നമ്മുടെ USB പെൻ ഡ്രൈവ് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് പെൻ ഡ്രൈവ് ഇതിൽ ഡിസ്പ്ലേ ആയി കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻ്റെ പെൻ ഡ്രൈവ് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, ഇപ്പം ഞാൻ കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പെൻ ഡ്രൈവ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഷോ ആവുന്നതാണ്. ഞാൻ കിങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നത്. കിങ്സ്റ്റൺ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് അതിലോട്ട് മൂവ് ആവുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വിൻഡോസ് ഇമേജ് നമ്മുടെ USB ഡ്രൈവിലോട്ട് ബൂട്ടബിൾ ആയിട്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. തേർഡ് സ്റ്റെപ്പ്, വിൻഡോസ് ഇമേജ് സക്സസ്ഫുള്ളായി പെൻഡ്രൈവിലോട്ട് കോപ്പി ആയതിന് ശേഷം പെൻഡ്രൈവ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഏത് ലാപ്ടോപ്പിൽ അല്ലെ ഡെസ്ക്ടോപ്പിലാണോ നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ആ ലാപ്ടോപ്പിൽ ഒരു ഡെസ്ക്ടോപ്പിൽ നമ്മൾ ആ പെൻഡ്രൈവ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് സ്ക്രീനിൽ എസ്കേപ്പ് ഓർ F10 പ്രസ് ചെയ്യുക. ബയോ സെറ്റപ്പ് സ്ക്രീൻ വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. ഇത് ഡിപ്പെൻഡിങ് ഓൺ ബയോസ് മാനുഫാക്ചർ അനുസരിച്ച് ഈ കീ ചേഞ്ച് ആകുന്നതാണ്. നോർമലായിട്ട് എസ്കേപ്പ് ആൻഡ് F10 ആണ് വരുന്നത്. പക്ഷേ ചില മാനുഫാക്ചറിങ്ങിൽ F1, F2, F8 വരുന്നുണ്ട്. നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ബയോ സെറ്റപ്പ് കീ ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഒരു മെനു അപ്പിയർ ആകുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾ ബയോസ് സെറ്റപ്പിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ബൂട്ട് ടാബ് സെലക്ട് ചെയ്യുന്നതാണ്. ബൂട്ട് ടാബ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക്
ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ബൂട്ട് ഡിവൈസസ് കാണിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് റിമൂവബിൾ ഡിവൈസ് സെലക്ട് ചെയ്യുക. റിമൂവബിൾ ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ USB ആയിരിക്കും. അതല്ല നിങ്ങൾ CD ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ CD-ROM ഡ്രൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം F10 അല്ലെങ്കിൽ ആ മാനുഫാക്ചറിൽ സേവിന് ഏത് ഓപ്ഷൻ ആണോ കൊടുത്തത് അത് പ്രസ് ചെയ്യുക. നോർമലായിട്ട് F10 ആണ് വരുന്നത്. F10 പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന പെൻ ഡ്രൈവിലെ ഇമേജിൽ നിന്നായിരിക്കും ബൂട്ട് ആകുന്നത്. കണക്ട് ചെയ്ത പെൻ ഡ്രൈവിൽ നിന്ന് വിൻഡോസ് 10 ഇമേജ് ബൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടപ്പ് സ്ക്രീൻ വരുന്നതാണ്. ഈ സെറ്റപ്പ് സ്ക്രീനിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടതാണ്, പിന്നെ കീബോർഡ് സ്റ്റൈലും സെലക്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ നോർമലായിട്ട് ഡീഫോൾട്ട് സെറ്റിങ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ നൗ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വിൻഡോസ് ആക്ടിവേഷൻ കീ ചോദിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ കയ്യിൽ വിൻഡോസ് പ്രോഡക്റ്റ് കീ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് പ്രോഡക്റ്റ് കീ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് വിൻഡോസ് 10 എഡിഷൻസിൻ്റെ ഒരു ലിസ്റ്റ് വരുന്നതാണ്. ഇതിൽ നമ്മുടെ കയ്യിൽ ഏതിൻ്റെ ലൈസൻസ് ആണ് ഉള്ളത് എങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ വിൻഡോസ് 10 പ്രോയുടെ ലൈസൻസ് ആണുള്ളത്. അപ്പോൾ ഞാൻ വിൻഡോസ് 10 പ്രോ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. വിൻഡോസ് 10 ഹോം എഡീഷൻ ആണ് നോർമലായിട്ടും ഹോം യൂസേഴ്സ് യൂസ് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ കയ്യിൽ എങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. ഡിപ്പെൻഡിങ് ഓൺ യുവർ റിക്വയർമെൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കബിൾ നോട്ടീസ് ആൻഡ് ലൈസൻസ് ഐറ്റം വരുന്നതാണ്. അക്സെപ്റ്റ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത ശേഷം ഇന്ന് വേറൊരു വിൻഡോ വരുന്നതാണ്. ഇവിടെ അപ്ഗ്രേഡ് ആൻഡ് കസ്റ്റംസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ അപ്ഗ്രേഡ് ആണെങ്കിൽ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. കസ്റ്റംസ് ആണെങ്കിൽ സെക്കൻഡ് സെലക്ട് ചെയ്യുക. നമ്മൾ കസ്റ്റംസ് ആണ് ചെയ്യുന്നത്. കസ്റ്റംസ് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് പാർട്ടീഷൻ കാണിക്കുന്നതായിരിക്കും ഹാർഡ് ഡിസ്കിൻ്റെ. നമ്മൾ ഹാർഡ് ഡിസ്കിൽ ഏത് പാർട്ടീഷനിലാണ് OS ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടീഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പുതിയതായിട്ടൊരു പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടീഷൻസ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ പാർട്ടീഷൻ സെലക്ട് ചെയ്ത ശേഷം ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടീഷനിലുള്ള ഡേറ്റകളെല്ലാം റിമൂവ് ആകുന്നതാണ്. നിങ്ങൾക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹാർഡ് ഡിസ്കിലെ ഡേറ്റ നമുക്ക് ഓൾറെഡി ആവശ്യമുണ്ടെങ്കിൽ ബാക്കപ്പ് എടുത്തതിന് ശേഷം പാർട്ടീഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് കൊടുക്കുക. ഇല്ലെങ്കിൽ ഡേറ്റ മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഇവിടെ ആകുമ്പോൾ നമുക്ക് 3 പാർട്ടീഷനാണ് കാണിക്കുന്നത്. സിസ്റ്റം റിസർവ്ഡ്, അത് ഓൾറെഡി OS ഇൻസ്റ്റാൾ ആയിരുന്നത് കൊണ്ടാണ് നമുക്ക് ആ 3 ഓപ്ഷൻ വരുന്നത്. ഫ്രഷ് ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു പാർട്ടീഷനെ കാണിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു പാർട്ടീഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഡിലീറ്റ് ചെയ്യാണ്. സിസ്റ്റം റിസർവ്ഡ് ആൻഡ് പാർട്ടീഷൻ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് എല്ലാം ഒരു പാർട്ടീഷനായിട്ട് നമ്മൾ മെർജ് ചെയ്യുകയാണ്. കാരണം നമുക്ക് അതിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റകളൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു പാർട്ടീഷനേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ 2 പാർട്ടീഷൻ ഉണ്ട്, അതിൽ ഡേറ്റ ഉണ്ടെങ്കിൽ പാർട്ടീഷൻ ഡിലീറ്റ് ചെയ്യാതെ തന്നെ ഓൾറെഡി ഏതിലാണ് OS ഉള്ളതെങ്കിൽ ആ പാർട്ടീഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് OS ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ബാക്കപ്പ് ലൈക്ക് C ഡ്രൈവ്, D ഡ്രൈവ് വരുമ്പോൾ C ഡ്രൈവിലെ C ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് OS ആ C ഡ്രൈവിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ D ഡ്രൈവിലെ ഡേറ്റ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇമേജ് പെൻഡ്രൈവിലുള്ള ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പാർട്ടീഷനിലോട്ട് കോപ്പി ആവുകയാണ്. കോപ്പി ആകുന്നത് കൂടെ OS റിലേറ്റഡ് ഫയൽസ് എല്ലാം അതിൻ്റെ കൂടെ കോപ്പി ആകുന്നതാണ്. ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം വിൻഡോസ് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് പെൻഡ്രൈവ് റിമൂവ് ചെയ്യാവുന്നതാണ്. വിൻഡോസ് ലോഡ് ആകുകയാണ്. ഗെറ്റിംഗ് റെഡി പോപ്പപ്പ് വരും.
ഈ സ്ക്രീനിൽ നമുക്ക് ഏത് റീജിയൻ ആണോ ആ റീജിയൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിഫോൾട്ട് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ആ എസ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രീനിൽ നമുക്ക് കീബോർഡ് ലേഔട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെയും ഡിഫോൾട്ട് സെലക്ട് ചെയ്യുകയാണ്, യെസ് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് വേറൊരു സെക്കൻഡറി കീബോർഡ് ലേഔട്ട് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ എനിക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്കിപ്പ് കൊടുക്കുകയാണ്. ഈ സെറ്റപ്പിൽ നമ്മൾ ലാപ്ടോപ്പ് ഹോം യൂസേജിനാണോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസും ഓഫീസ് പർപ്പസിനാണോ യൂസ് ചെയ്യുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. ലൈക്ക് IT കമ്പനിയിലൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെക്കൻഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ പോണത്. കാരണം നമ്മൾ പേഴ്സണൽ യൂസേജിന് വേണ്ടിയാണ് നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓൾറെഡി മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഇല്ലെങ്കിൽ അവിടെ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോക്കൽ അക്കൗണ്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ലോക്കൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഓഫ്ലൈൻ അക്കൗണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓഫ്ലൈൻ അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ഇറ്റ് ലിമിറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നെയിം സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ലോഗിൻ ചെയ്യാൻ ആവശ്യമായ നെയിം എനി നെയിം കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഡെമോ പർപ്പസിനായതുകൊണ്ട് ഞാൻ ജസ്റ്റ് യൂട്യൂബ് ഡെമോ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ പാസ്വേഡ് നമുക്ക് കൊടുക്കാവുന്നതാണ്. സെക്യൂരിറ്റി റീസൺക്ക് പാസ്വേഡ് കൊടുക്കാം, പക്ഷേ ഡെമോ ആയതുകൊണ്ട് ഞാൻ പാസ്വേഡ് കൊടുക്കുന്നില്ല. നെക്സ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ആക്ടിവിറ്റീസും മോർ ആക്സസ് ഡിവൈസ് ടു ആക്ടിവിറ്റി ഇത് എനിക്കിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെയും നമ്മൾ ഡിക്ലൈൻ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് മോർ പ്രൈവസി സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതേത് ഓപ്ഷൻസ് ആണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഡിപ്പെൻഡിങ് ഓൺ യുവർ റിക്വയർമെൻറ്റ്. സെലക്ട് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് കൊടുക്കുക. അക്സെപ്റ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് വിൻഡോയിൽ പോവുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ യൂസർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. യൂട്യൂബ് ഡെമോ എന്ന് പറയുന്ന യൂസർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഫൈൽ ബാക്കെൻഡിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കുറച്ച് സമയമെടുക്കും. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡെസ്ക്ടോപ്പ് കാണാവുന്നതാണ്. നമ്മൾ ആക്ടിവേറ്റ് സെറ്റിങ്സ് നമുക്ക് പോയി നോക്കാം. അതിനുവേണ്ടി സെർച്ച് ബാറിൽ ആക്ടിവേഷൻ സെറ്റിങ്സ് സെർച്ച് ചെയ്യുക. ടാബ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ വിൻഡോ ഓപ്പൺ ആകുന്നതാണ്. വിൻഡോയിൽ നമുക്ക് കാണാം ആക്ടിവേഷൻ സ്റ്റാറ്റസ് വിൻഡോസ് ഈസ് നോട്ട് ആക്ടിവേറ്റഡ് എന്നാണ് കാണിക്കുന്നത്. കാരണം നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോഡക്റ്റ് കീ കൊടുത്തിട്ടില്ല. നമ്മൾ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനാൽ ചേഞ്ച് പ്രോഡക്റ്റ് കീ സെലക്ട് ചെയ്താൽ നമുക്ക് എൻ്റർ എ പ്രോഡക്റ്റ് കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കീ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് കീ ഇല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് കീ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ്സ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.